താരിഫ് വർധന കാരണം ഉപഭോക്താക്കൾ റിലയൻസ് ജിയോ കണക്ഷൻ ഉപേക്ഷിക്കുന്നത് തുടരുന്നു. തുടർച്ചയായ 4-ാം മാസമാണ് ഉപയോക്താക്കൾ മറ്റ് കമ്പനികളിലേക്ക് മാറുന്നത്. ഒക്ടോബറിൽ മാത്രം 37.6 ലക്ഷം ഉപയോക്താക്കളാണ് കമ്പനിയിൽ നിന്നും കൊഴിഞ്ഞുപോയതെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഭാരതി എയർടെൽ 3 മാസത്തെ തകർച്ചയിൽ നിന്നും കയറി 19.2 ലക്ഷം ഉപയോക്താക്കളെ സെപ്റ്റംബർ-ഓഗസ്റ്റ് മാസങ്ങളിൽ ജിയോ നേരിട്ട് 79.6 ലക്ഷം 40.1 ലക്ഷം ഉപയോക്താ നഷ്ടത്തേക്കാൾ വളരെ കുറവായിരുന്നു. അതേസമയം ഭാരതി എയർടെൽ 3 മാസത്തെ തകർച്ചയിൽ നിന്നും കയറി 19.2 ലക്ഷം ഉപയോക്താക്കളെ ജിയോ നേരിട്ട് 79.6 ലക്ഷം 40.1 ലക്ഷം ഉപയോക്താ നഷ്ടത്തേക്കാൾ വളരെ കുറവായിരുന്നു ഒക്ടോബറിൽ ഉണ്ടായത്. ജൂലൈയിൽ 7.6 ലക്ഷം ഉപയോക്താക്കൾ ജിയോ ഉപേക്ഷിച്ചിരുന്നു. മൊത്തത്തിൽ കമ്പനിക്ക് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 1.64 കോടി ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയായ എയർടെല്ലിന് 2024 ഇതുവരെ 5.52 ദശലക്ഷം ഉപയോക്താക്കളെ പുതുതായി നഷ്ടപ്പെട്ടു. വോഡഫോൺ ഐഡിയയ്ക്ക് ഒക്ടോബറിൽ 1.97 ദശലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടു. ഇത് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതേസമയം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ഓപ്പറേറ്റർ BSNL കുറഞ്ഞ വേഗതയിലാണെങ്കിലും വിപണിയിലെ ഇടിവിൽ നിന്നും നേട്ടമുണ്ടാക്കി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ BSNL യഥാക്രമം 29 ലക്ഷം, 25.3 ലക്ഷം, 8.4 ലക്ഷം ഉപയോക്താക്കളെ ചേർത്തു. ഒക്ടോബറിൽ ഉപയോക്താ കൂട്ടിച്ചേർക്കലുകളുടെ വേഗത 5.1 ലക്ഷമായി കൂട്ടി.